നമസ്കാരം, തടയ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ചിലരെങ്കിലും അനുഭവിച്ചിട്ടുള്ളതോ ആയ ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്ക്. പെട്ടെന്ന് ഹൃദയം അതിവേഗം ഇടിക്കുന്നത്, ശ്വാസം മുട്ടുന്നത് പോലെയുള്ള തോന്നൽ, തലചുറ്റൽ, കൈകാലുകൾ വിറയൽ, എന്തോ വലിയൊരു അപകടം സംഭവിക്കാനിരിക്കുന്നതായി ഒരു ഭയം. ഇതൊക്കെയാണ് സാധാരണയായി പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ പാനിക് അറ്റാക്ക്? നമ്മുടെ ശരീരം ഒരു അപകടം നേരിടുന്നുവെന്ന് തലച്ചോർ തെറ്റിദ്ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിവേഗ പ്രതികരണമാണിത്. യഥാർത്ഥ ഭീഷണി ഒന്നും തന്നെ ഇല്ലെങ്കിലും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സംവിധാനം പ്രവർത്തിച്ച് അഡ്രിനലിൻ കൂടുതലായി പുറപ്പെടുവിപ്പിക്കപ്പെടുന്നു. അമിതമായ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ജോലി പഠന സംബന്ധമായ സമ്മർദ്ദങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കഫീൻ കൂടുതലായി ഉപയോഗിക്കുന്നത് പോലും ഇതിന് കാരണമാകാം. പാനിക് അറ്റാക്ക് അപകടകരമാണോ എന്ന സംശയം ഇന്നും പലർക്കുമുണ്ട്. ഓർക്കുക, ഇത് ജീവൻ അപകടത്തിലാക്കുന്ന ഒരു വലിയ മാരക രോഗമൊന്നുമല്ല. എന്നാൽ സമയത്ത് ശ്രദ്ധിക്കാതെ പോകുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കാൻ ഇതിന് കഴിയും. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരമെന്നല്ലേ? ആദ്യം തന്നെ ഇതൊരു രോഗാവസ്ഥയാണെന്നും ദൗർബല്യമല്ലെന്നും നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. പാനിക് അറ്റാക്ക് വരുമ്പോൾ ശ്വാസം പതുക്കെ ആഴത്തിലെടുക്കുക. ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്ഥിരമായ വ്യായാമം, യോഗ, ധ്യാനം, മതിയായ ഉറക്കം എന്നിവ വലിയ സഹായമാണ്. ലക്ഷണങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ മടിക്കരുത്. നമുക്കറിയാം, ഇന്നും പലരും മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓർക്കുക, സഹായം തേടുന്നത് ധൈര്യത്തിൻ്റെ അടയാളമാണ്. പാനിക് അറ്റാക്ക് നിയന്ത്രിക്കാനാകും, ജീവിതം വീണ്ടും സ്വസ്ഥമാക്കാനുമാകും.